മ്യാൻമാറിലാണ്. ഈ റോഡിന്റെ ഇപ്പുറത്ത് മ്യാൻമാറും അപ്പുറത്തെ സൈഡ് ഗോവയിൽ നിൽക്കുന്ന ഇന്ത്യയിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. അത്രയാണ് സംഭവം. ശരിക്കും ഇതാണ് ലോങ് വേ എന്ന് പറയുന്നത്. എന്റെ ബാക്കിൽ കാണുന്നത് म्यांमार है ना? म्यांमार का बाइक है. आप कहाँ से लेते हैं? रोड है इधर म्यांमार के इंडिया के लिए. ഓക്കെ, അതുവഴി പോകുന്ന നേരെ മ്യാൻമാറിലേക്ക് വഴി ഉണ്ടാണെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയും അടിപൊളിയല്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ ബോർഡർ നമ്മൾ ഇതിൽ കാണുന്നത്. ഇവിടെ പൊട്ടാളക്കാർ ആരുമില്ല, ഒന്നുമില്ല. കാരണം ഇത് പീസ്ഫുൾ ബോർഡറാണ്. മ്യാൻമാർ ഇങ്ങോട്ട് കയറി ചൊറിയാനൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ മ്യാൻമാറിൽ നിന്ന് ജസ്റ്റ് നടന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് എളുപ്പമാണല്ലേ, അടിപൊളി, നല്ല രസമുണ്ട്. നമ്മൾ ഈ ലോങ്ങോ വില്ലേജിൽ നമുക്ക് ലാസ്റ്റ് എത്താൻ പറ്റുന്നൊരു പോയിന്റ് ഉണ്ട്. 0 പോയിന്റ് എന്നാണ് അതിന് പറയുക. അതായത് നമ്മുടെ ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും കൂടെ ലാസ്റ്റ് പോർഷനാണ്, അതിൻ്റെ ബൗണ്ടറി ഇരുന്ന പോർഷനാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള വഴി ചോദിച്ചപ്പോഴാണ് നമ്മൾ ഈ അമ്മച്ചിമാരെ കണ്ടത്. ഈ തക്കുടിനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതാന്ന് തോന്നുന്നു അല്ലേ? കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഉള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരൊക്കെ. അവരെ കൃഷിക്കൊക്കെ പോവുകയാണ്. ഇന്ത്യയുടെ ഭാഗത്താണ് അവർ കൃഷിയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവരുടെ വീട് ഇവിടെ അടുത്താണ്. തിരിച്ചു പോകുമ്പോൾ ഞാൻ വലിയ കൂടെ ഒക്കെ കയറിയിട്ടൊക്കെ പോണേന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ തന്ന് പറഞ്ഞു വിടുക. അങ്ങനെ ഞങ്ങൾ 0 പോയിന്റിലേക്ക് പോവാണ്. ഇവിടെ വളരെ അടുത്താണ്. നമ്മൾ നേരത്തെ കണ്ട കടയെടുത്തുനിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. വളരെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ അങ്ങടെ പുള്ളുമായിട്ട് പറന്ന് ഇൻഡോ മ്യാൻമാർ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ റോഡ് വന്ന് അവസാനിക്കുകയാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് മ്യാൻമാർ ആണ്. റോഡ് ഇവിടെ റോഡ് എൻ സി ഇന്ത്യ റോഡ് എൻ സി. നോക്കിക്കേ എന്ത് രസമാണോ, നോക്കിക്കേ എന്റെ പുറകുവശമൊക്കെ നോക്ക. അത് ഫുള്ള് മ്യാൻമാർ ആണ്. അവിടെ കാണുന്ന സെറ്റിൽമെന്റ്സ് എല്ലാം മ്യാൻമാർ ആണ്. ഇവിടെ ഇന്ത്യയാണ്, ഇന്ത്യയുടെ റോഡ്. പിടിച്ചേ, കണ്ണൂനെ പിടിച്ചേ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മ്യാൻമാറാണ്. മ്യാൻമാറിൻ്റെ ഒരു വില്ലേജിലേക്ക് നടക്കുകയാണ് നമ്മൾ. ഇവിടെ ബൈക്ക് പോവും, കാറ് പോകാൻ പാടാം. ഇല്ലീഗലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ ഉണ്ട്. കഞ്ചാവ് കടത്ത്, അങ്ങനെയൊക്കെ കുറേയധികം പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യ മ്യാൻമാർ ബോർഡർ 0 പോയിന്റ് കണ്ടു കഴിഞ്ഞു. മ്യാൻമാറിലേക്ക് എൻ്റർ ചെയ്തു. ജസ്റ്റ് അത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു 0 പോയിന്റിലെ കാഴ്ചകൾ. ഇനി അവിടെ ഇവിടുത്തെ ഒരു കിങ് ഉണ്ട്. ഇവിടെ 16 വില്ലേജുകളുണ്ട്. അത് കുറേ മ്യാൻമാറിലും കുറേ ഇന്ത്യയിലുമാണ്. അപ്പം അതിനെല്ലാം ഒരു കിങ്ങാണ്. ഈ ഇന്ത്യക്ക് മ്യാൻമാറിലുള്ള ഈ ട്രൈബ്സിനെല്ലാം തന്നെ, കോയാങ് ട്രൈബ്സിനെല്ലാം തന്നെ ഒരു കിങ്ങാണുള്ളത്. അപ്പോൾ അങ്ക് എന്നാണ് പുള്ളിയെ ഇവിടെ അറിയപ്പെടുന്നത്. ആ കിങ്ങിൻ്റെ ഇവിടുത്തെ സ്ഥാനപ്പേരാണ് അങ്ക്. 7 ഡെപ്യൂട്ടി അങ്കുമാരുണ്ട്. അപ്പോൾ അവരുടെ വീടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഇന്ത്യയിലും കുറച്ച് ഭാഗം മ്യാൻമാറാണ്. വീടിൻ്റെ നടുക്കോടാണ് ബോർഡർ കടന്നു പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ അങ്കിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറേ സ്കൂൾ പിള്ളേർ പോകുന്നുണ്ട്. ഈ സ്കൂളിൽ പോകാത്ത പിള്ളേർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അത് മ്യാൻമാർ സൈഡാണ്. അപ്പോൾ നമ്മുടെ ഈ അങ്കിൻ്റെ വീടിൻ്റെ ഇന്ത്യൻ സൈഡിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളാണ് ഇവരൊക്കെ. മറ്റേ സൈഡിൽ നിൽക്കുന്നുണ്ട്, അവർ മ്യാൻമാർ സൈഡ്. അവർ നമ്മുടെ സ്കൂളിൽ വരാൻ അവർക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ ഇടയ്ക്ക് ആർമിയൊക്കെ ചെക്കിങ്ങിനൊക്കെ വരുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സ്ഥലത്തോട്ടുള്ള കുട്ടികൾ അവിടെ പോയി സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യും. കുറച്ച് കുട്ടികൾ യൂണിഫോം ഇട്ടും, അതെ അതെ. യൂണിഫോം ഇല്ലാതെ ഇവർക്ക് മ്യാൻമാർ സൈഡിൽ വേറെ സ്കൂളുണ്ട്. അവർക്ക് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷെ ഇവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, 2 സ്ഥലത്തും അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മ്യാൻമാർ ഡിസ്ട്രിക്റ്റ് ആണ്. നമുക്കിനി അകത്ത് കയറി ആ കാഴ്ചകളൊക്കെ കാണാം. കാണുന്നുണ്ടെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിശദാംശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി അകത്ത് നമ്മളങ്ങനെ അങ്കിൻ്റെ ഹൗസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ആഹാ, അടിപൊളി.
ഇതായിരുന്നു പഴയ വീടെന്ന് തോന്നുന്നു. അകത്ത് ഇതൊക്കെ സംഭവം കൊള്ളാമല്ലോ, അവരുടെ പരിചയമാണെന്ന് തോന്നുന്നു. ഇവിടെ നിറയെ മിഥുൻ്റെയൊക്കെ തലകൾ, അവർ തീ കായുന്ന സ്ഥലം. കൊള്ളാം, സംഭവം അടിപൊളി. ഓ, ഇവർ വേട്ടയുടെ ജീവികളുടെയൊക്കെ തലയാന്ന് തോന്നുന്നു. തടിയുടെയൊക്കെ അവസ്ഥ നോക്കി, എന്തോ കട്ടിത്തല, എന്തോ വന്ന നിക്ക് 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 ഫുൾ. ആ, ക്ലോക്ക് ഓടുന്നില്ലല്ലോ. എല്ലാവരും ട്രഡീഷണൽ രീതി തന്നെയാണെന്ന് തോന്നുന്നല്ലേ. നമ്മളിപ്പം അങ്കിൻ്റെ കിച്ചണിലേക്കാണ് പോകുന്നത്. എനിക്ക് ചെറിയൊരു തുമ്മൽ, തണുപ്പിൻ്റെ ആയിരിക്കും. എൻ്റെ ഈ ഇരുട്ടെന്ന് പറയുന്നില്ല, ഈ രണ്ട് സൈഡിലും ഒരുപാട് മുറികളൊക്കെ ഉണ്ട്. പക്ഷെ ആ മുറികൾ അടച്ചിട്ടേക്കാണ്, നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇതാണ് അവരുടെ കിച്ചൺ ഏരിയ. അടിപൊളി. ഓർണമെന്റ്സ് ഒക്കെയാണ് ഇതൊക്കെ. ഇവിടെ ഓർണമെന്റ്സ് ഉണ്ടാക്കുകയാണ് അല്ലേ. आपका बेटी बेटी है ഇതൊക്കെ അവരുണ്ടാക്കുന്നതാണ്. ഹായ്. ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ട് ഈ അങ്ങൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. 1500 രൂപയാണ് ഒരു റേറ്റ് പറഞ്ഞത്. അപ്പം മോന് താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല, നിങ്ങൾ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേക്കുള്ള ഓപ്ഷനും ഉണ്ട്. ഈ വശത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കയ്യിലൊരു തോക്കുമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗത്തിലൊന്നാണ് ഈ ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ തോക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലീഗലായിട്ടൊക്കെ ചെയ്യുന്നതാണ്, ലൈസൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ഹട്ടുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പോയ വഴിക്കൊരു ചേട്ടനെ കണ്ട് പിടിച്ച് നിർത്തി പുള്ളിയുടെ കയ്യിൽ നിന്ന് തോക്കൊക്കെ മേടിച്ച് നോക്കി. സംഭവത്തിന് നല്ല അടാറ് വെയിറ്റാണ്. നമ്മൾ ഒരു കൈ കൊണ്ടൊന്നും പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. പണ്ട് ഉത്സവത്തിനൊക്കെ കളിത്തോക്കൊക്കെ വാങ്ങിച്ച് കളിച്ചതുപോലൊന്നുമല്ല ഈ സാധനം. പൊട്ടുന്ന സാധനം ഈ സാധനം പൊട്ടും കൈസ്, ഇത് പൊട്ടും, ഉറപ്പായും പൊട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരക്കിയപ്പം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, അതായത് ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഗലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്താണ് സംഭവം, നമ്മുടെ അങ്കിൻ്റെ വീടിൻ്റെ താഴ്വശത്തായിട്ട് തന്നെയാണ് ഇത് വീണ്ടും വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ വീണ്ടും തിരിച്ച് അവിടേക്ക് ചെന്നപ്പം നമുക്കത് കാണാൻ പറ്റി. ആ കാണുന്ന മലനിരകളെല്ലാം മ്യാൻമറാണ്. അവിടുത്തെ കുടിലുകളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇവിടെയൊക്കെ ഗൺ മേക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയിട്ടൊന്നും പുറമേ ഒന്നും കാണാനില്ല. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരുടെ വീട്ടിലുണ്ട്. നമ്മൾ വഴിയിൽ വെച്ചൊരു പുള്ളിക്കാരിയെ കണ്ടു. പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ എവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മളെ ഈ സാധനം കാണിക്കാനായിട്ട്. ഇവിടെ എല്ലാം ഇതേ ഉള്ളൂ. പിന്നെ 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 ചേട്ടനാണ് ഇതൊക്കെ പണിയുന്നതെന്നാണ് പറഞ്ഞത്. ഇതുപോലെ വെളിയിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതാണ് വീട്. ये क्या है? टीथ है ये वाइट किसका? ഓ, എന്തിൻ്റെയോ പല്ലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് എന്തിൻ്റെയോ പല്ലാന്നൊന്ന്. मोले मोलेंगे मारे की ये डीजल है ना, डीजल बहुत है, ये बहुत दाम है। ओह ठीक है। ये सिंबल वाला को तो ऐसे नहीं होगा, सिंबल वाला तो ऐसा पकड़ता है इसको। सिंबल को तो 2000 ऐसे हो। ओह इसके नीचे से देखना पड़ेगा यहाँ से। ओह ठीक है ठीक है। അതിലൊരു വെട്ടുണ്ട്, അപ്പൊ യു പോലെ ഓ പഴയ NCC അതിന്റെ നടുക്കൂടെ നോക്കണം.
വെടിവെച്ചാൽ തോട് നല്ലപോലെ പുറകോട്ട് പാന്തും. എൻ്റെ അമ്മോ കുഞ്ഞ് ഇല്ല പിന്നെ ഇത് ഡബിൾ ബാരൽ ഗണ്ണാണ്. ഇതിന് 34,000 രൂപയാണ് വില. ഇദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗൺ മേക്കിംഗ് ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇതില്ല, കാരണം നമുക്ക് വെടിവെച്ച് പരിചയമൊന്നുമില്ല. അതുകൊണ്ട് സംഭവം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യാൻമാറിലാണ് ഈ സംഭവം ശരിക്കും ഈ ഉണ്ടാക്കിയതുള്ളത്, ഗൺ ഉണ്ടാക്കിയതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്കാരൻ ഫയർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. നമ്മളുടെ അടുത്ത് പറഞ്ഞ ഫയർ ചെയ്യാൻ, പക്ഷേ കുഞ്ഞ് പേടിക്കും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫയർ ചെയ്ത് കാണിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവൾ പേടിച്ചതൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ ടാറ്റൂഡ് ഹെഡ് ഹണ്ടേഴ്സ് ഉണ്ട്, അവരവിടെ കണ്ടിട്ട് കാണാൻ പറ്റുന്നുണ്ട്, കാരണം അവർ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും സമ്മതിക്കത്തൊന്നുമില്ല. അപ്പോൾ അവരവിടെ കണ്ടിട്ട് നമുക്ക് നേരെ വിടാം. നമ്മൾ ഈ വില്ലേജിൽ വന്നിട്ട് അടുത്തൊരു വെറൈറ്റി കാഴ്ചയുണ്ട്. ഇനി ആ കാഴ്ച കണ്ട് നീ പേടിക്കരുത്. കൊച്ചിനെ കൊണ്ട് പോകണ്ട. അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കാനുള്ള കാഴ്ചയൊന്നുമല്ല, പക്ഷെ അവരുടെ പഴയ കഥകൾ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. അതായത് ഈ ട്രൈബ്സ് എന്ന് പറയുന്നത്, അതായത് ഈ നാഗ ട്രൈബ്സ് എന്ന് പറയുന്നത് 16 മെയിൻ ട്രൈബ്സ് ആണുള്ളത്. അപ്പോൾ അവർ ഈ കുന്നും മലകളെല്ലാം താണ്ടി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഫിയേഴ്സ് വാരിയേഴ്സാണ്. അതിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള വാരിയർ ഗ്രൂപ്പാണ് ഈ ലോങ്ങിൽ താമസിക്കുന്ന ഈ ട്രൈബ്സ് എന്ന് പറയുന്നത്, കൊയാങ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അതെ, അപ്പോൾ അവർ ഈ ട്രൈബുകൾ തമ്മിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇവർ ഒരു ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെയൊക്കെ തോപ്പിക്കും. അപ്പോൾ അങ്ങനെ തോപ്പിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെ തല വെട്ടിക്കൊണ്ട് ഇവിടെ വരും. ആ ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ തല വെട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര വീരപരിവേഷമാണ്. അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ഇവിടെ കാത്തിരിപ്പുണ്ട്. അതിലൊന്നാണ് ഈ അങ്കെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ അങ്കിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരി ഇവരുടെ മുഖത്ത് ടാറ്റു എഴുതും. അപ്പോൾ അങ്ങനെ ഈ മുഖത്ത് ടാറ്റു എഴുതിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ പണ്ട് വീരേശ്വരായിരുന്നു, അവർ പണ്ട് തല വെട്ടിയെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രാക്ടീസസ് ഒക്കെ നിലനിന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് ഒരു അമ്മാവൻ സൈഡിൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരുന്നുണ്ടോ, അത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്, പഴയ കാലത്തുള്ള ട്രഡീഷണൽ ഡ്രസ്സാണ്, അവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മുഖത്തൊക്കെ അങ്ങനത്തെ ടാറ്റൂസൊക്കെ ഉണ്ട്. അത് ശരിക്കും ഹോൺബിൽ ഫെസ്റ്റിവലിന് പോകുമ്പോഴത്തേക്ക് അവർക്ക് അതിനുവേണ്ടി ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വരച്ചു ചെയ്യുന്നത്. പക്ഷേ ഇവർ നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം 1960കളിൽ അത് കറക്റ്റ് പച്ച കുത്തിയതാണ്. പക്ഷേ ഇതും അത് തന്നെയാണ്. പക്ഷേ ഇത് 1960കളിൽ ഈ പ്രാക്ടീസ് ബാൻ ചെയ്തു. അപ്പോൾ ഏകദേശം 60 വർഷങ്ങളായി. അപ്പോൾ അന്നത്തെ കാലത്ത് 10-20 വയസ്സുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഇപ്പം മാക്സിമം 80 വയസ്സുണ്ടാകുന്നത്. അപ്പോൾ ഒരു 75-80 വയസ്സ് ആ ഒരു റേഞ്ചിൽ പ്രായമുള്ള അമ്മാവന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് ടാറ്റു ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഞാൻ വായിച്ചിടത്തോളം അവർ അന്തർമുഖരാണ്. കാരണം ഈ പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊയാങ് ട്രൈബിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുന്നേ പോകുന്ന ആ ഒരു പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും കൂടെ പോകുന്ന വഴിക്ക് ഒന്ന് കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ പുറത്തുനിന്ന് വന്നവരില്ല, അങ്ങനെ അധികം ആരെയൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോകുന്നതാണിത്. അപ്പോൾ ഈ നാഗ ട്രൈബ്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അതായത് ഇവരിങ്ങനെ പരസ്പരം അവരുടെ കഴിവുകളൊക്കെ കാണിക്കുകയും അങ്ങനെയൊക്കെ ചേർന്ന് പരസ്പരം തലവെട്ടിക്കളിച്ചൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും നമ്മുടെ കേരളത്തിൽ കൈകാലും ഒക്കെ വെട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരല്പം കടന്ന കൈയാണ്. അപ്പം അതിനെ അനുമോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളല്ലേ ആ പ്രാകൃതമായ രീതി, അല്ലെങ്കിൽ അവരെത്രമാത്രം പ്രാകൃതരാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത് മാത്രമേ അവർ വിട്ടുകളഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബാക്കി പല കാര്യങ്ങളിലും അവരുടെ സ്വഭാവത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. കാരണം നമുക്കത് മനസ്സിലാവും, നമ്മളത് നേരിട്ട് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്കുണ്ടായ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രൈബിൽ, അതും ഇത്രയും അതായത് ഏറ്റവും മൂത്ത ആശാരി എന്ന് പറയുന്നത് പോലൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇനി ഒരിക്കൽ ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചാൽ കൂടി ആ ഒരു ജനറേഷൻ വൈപ്പ് ഔട്ട് ആവുന്ന
ഒരു ആ ഒരു ഏജ് ലിമിറ്റ് ആയി കഴിഞ്ഞു. കുറച്ച് പേരേ ഉള്ളൂ, വളരെ വളരെ കുറച്ച് പേരെ ചുരുങ്ങിയ ആൾക്കാർ ജീവിച്ചിരിപ്പുള്ളൂ. മാത്രമേ ഇപ്പോൾ, അതായത് ആ ജെന്യുവിൻ ആയിട്ട് അന്നത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തിരുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. അപ്പോൾ അതിലൊരാളെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ പക്ഷേ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കാണാം. നമ്മൾ വാരണാസി പോയി കഴിഞ്ഞാൽ ഫേക്ക് സ്വാമിയെ കാണത്തില്ലേ, അങ്ങനത്തെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ആളായിരുന്നു. നമുക്ക് മനസ്സിലായി. നമ്മൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന വെപ്പൺസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. നമ്മളുടെ ഭാഷ യാതൊരു തരത്തിലും ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. നാഗാമീസ് മാത്രമേ അദ്ദേഹത്തെ മനസ്സിലാകത്തുള്ളൂ. മുന്നേ പോകുന്ന പയ്യന് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് കൊണ്ട് മാത്രം നമ്മൾ കമ്മ്യൂണിക്കേഷൻ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. കണ്ടോ, അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വൈബ് കിട്ടിത്തുടങ്ങി. നമ്മളുടെ അങ്കിൻ്റെ വീട്ടിൽ കണ്ടതുപോലെ ചില തലകളൊക്കെ നമ്മളവിടെ കണ്ടു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി കാണാം. ഒരു ടാറ്റു അടിച്ച ആളെ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പണ്ടത്തെ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ ട്രൈബുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നപ്പം ഈ അവരുടെ തല വെട്ടിയെടുക്കുക, ഇവരെ ഗ്രാമത്തിൽ കൊണ്ടുവരിക, അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസസ് ഒക്കെ നിലനിന്നിരുന്ന ഒരു കാടൻ സ്വഭാവം നിലനിന്നിരുന്നൊരു സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. പിന്നീട് 1960-ലാണ് ഇന്ത്യ ഗവൺമെൻറ് അതൊക്കെ നിരോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ലീനിയേജിലെ അവസാനത്തെ കണ്ണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി എത്ര ആളുകൂടി അവരുണ്ടാവുമെന്നറിയില്ല. അപ്പോൾ അതിലെ അവസാനത്തെ ചില ആൾക്കാരെ കാണുക, അവരോടൊന്ന് സംസാരിക്കുക, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരാളെ കണ്ടുവെക്കാം. ഒരാൾ അകത്തോട്ട് പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് കണ്ടുവെക്കാം. കുഞ്ഞിനെ കൂടെ എടുത്തോ. നമ്മളെപ്പോലുള്ളവർക്കാണ് ഇതൊരു പുതുമയായ കാഴ്ച. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് ഇതുപോലുള്ള വിസിറ്റേഴ്സ് യൂഷ്വലി കിട്ടുന്നതാണ്. കാരണം അദ്ദേഹം നമ്മളെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും, അതായത് വെളിയിൽ നിന്നുള്ള ആളുകളാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചയ്ക്കായിട്ട് വരികയാണെന്നറിയാം. അപ്പം അവർ ഇത് ചെറിയൊരു രീതിയിൽ കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾ പറഞ്ഞത് ഫേക്കായിട്ടുള്ള ആളും ഒറിജിനലായിട്ടുള്ള ആൾക്കാരും ഒക്കെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന് ഒറിജിനലായിട്ടുള്ള ആളാണ്. കാരണം ആ ടാറ്റു പെർമനൻ്റ് ആയിട്ട് ചെയ്തതാണ്. മുഖം ഫുള്ള് പച്ച കളറാണ്. കണ്ടോ, കാണുമ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പേടിയാവും, മൂക്ക് പേടിയാവും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹിന്ദി അറിയാത്തത് അല്ലെങ്കിൽ ഇംഗ്ലീഷോ അറിയാത്തത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ നമ്മൾക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരനുള്ളത് കൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പം ഇത് എന്ന് പറയുന്നത് കേട്ടോ, അയാൾ കൊന്ന തലകൾ അതായത് വെട്ടിയെടുത്ത തലകളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെയാണ്. കണ്ടോ, 5 എണ്ണം 6 എണ്ണം. കാരണം ഞാൻ നേരത്തെ അങ്കിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടിരുന്നു 2 എണ്ണം ഉള്ളത്, 3 എണ്ണം ഉള്ളത്, അങ്ങനെ എണ്ണങ്ങളൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ട്രോഫി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു സംഭവമാണ് ഈ പന്നിയുടെയും അതുപോലെ തന്നെ കരടി, അതുപോലെ തന്നെ അവർ വേട്ടയാടപ്പെടുന്ന എല്ലാ ജീവികളുടെയും പല്ലും നഖവും എല്ലാം അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ മിസ് ചെയ്യാതെ, അതായത് ഞങ്ങൾക്ക് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ പല കാഴ്ചകളിലേക്ക് ഞങ്ങൾ എത്തിച്ചെന്നത്. അതായത് കാഴ്ചകളെ ഞങ്ങൾ തേടിപ്പോയെങ്കിലും പല കാഴ്ചകളും ഞങ്ങളെ കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള രീതി ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് പെടുകയായിരുന്നു. അപ്പോൾ ഇത് തന്നെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു മുഖം കിട്ടിയത്. അപ്പോൾ നമ്മൾ ലോങ്വ വില്ലേജിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യ മ്യാൻമാർ ബോർഡർ കണ്ടു, മ്യാൻമാറിലേക്ക് കടന്നു, ഗൺ മേക്കിംഗ് കണ്ടു, ട്രഡീഷണൽ കൊയാങ് ട്രൈബ്സിനെ കണ്ടു, ഇവിടുത്തെ കിങ്ങിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലും മ്യാൻമാറുമായിട്ട് പറഞ്ഞു നടക്കുന്ന വീട് കണ്ടു. അങ്ങനെ ഇത്രയും കാഴ്ചകളാണ് മെയിൻലി ലോങ്വയിൽ വന്നാൽ കാണാനുള്ളത്. പിന്നെ ചുറ്റുമുള്ള പറഞ്ഞു നടക്കുന്ന വിശാലമായിട്ടുള്ള ഹിമാലയത്തിൻ്റെ കാഴ്ചകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് അടിപൊളിയാണ്. വൻ വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ കൾച്ചറും മറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാതെ നേരെ ഹോൺബിൽ ഫെസ്റ്റിവലും കാണാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വേറെ ട്രൈബ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ എന്താണ് കൊയാങ് ട്രൈബ്സ്, അവരുടെ ട്രഡീഷൻസ് എന്തൊക്കെയാണ്, ഇതേ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മോണിൽ വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ. ഇനി പോകുന്ന വഴി തിരിച്ചിറങ്ങണം. ഏകദേശം ഇവിടുന്ന് 2 മണിക്കൂറത്തെ മോൻ, അവിടുന്ന് 2-2.5 മണിക്കൂറൊക്കെ വീണ്ടും സൊനാരി. അപ്പോൾ ഇന്ന് 4-5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ സൊനാരി എത്തത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്.